ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയ വ്ളോഗാണ്. അതിനോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മുടെ തമ്മിലിൽ കാണിച്ചിട്ടുള്ളതുപോലെ തന്നെ എങ്ങനെയാണ് കോഡ് ഉപയോഗിച്ച് പഠിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതേപോലെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് മെയിൽ അയച്ച സമയത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇപ്പോൾ വീട്ടിലെ ചെടികളും പൂവും ഒന്ന് കാണിക്കാറില്ലല്ലോ വീഡിയോയിൽ. മുമ്പത്തെയൊക്കെ വീഡിയോയിൽ നമ്മൾ മിക്കവാറും മോർണിംഗ് വ്ളോഗുകളൊക്കെ ആയതുകൊണ്ട് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി ചെടികളൊക്കെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇപ്പം അധികം അങ്ങനെ ചെടികളൊന്നുമില്ല. മുൻപത്തെ അത്രയും ചെടികളുടെ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റാറില്ല. ഇപ്പോൾ ഉള്ള ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നതും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അച്ഛനും അമ്മയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ ഈ വ്ലോഗ് ചെയ്യുന്ന ദിവസം ഫെബ്രുവരി 14th ആണ്, അതായത് വാലന്റൈൻസ് ഡേ ആണ്. അപ്പോൾ ഏട്ടൻ എനിക്കിത് ഇതേപോലെ ഡയറി മിൽക്കിൻ്റെ ഒരു സിൽക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്കും ആളിതുപോലെ തന്നെ ഒരു സിൽക്കും പിന്നെ എനിക്ക് തോന്നുന്നു റോസ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് ഞാനൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വാലന്റൈൻസ് ഡേക്ക് ഞാനും സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുത്തു. അതായത് കുറച്ച് ദിവസങ്ങളായിട്ട് വാലന്റൈൻസ് ഡേക്ക് മുമ്പ് തന്നെ ഞാനത് പ്ലാൻ ചെയ്ത് പറഞ്ഞ് ചെയ്യിപ്പിച്ച് അവരെനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ഫ്രെയിം ആയിരുന്നു കേട്ടോ ഞാൻ ചെയ്യിപ്പിച്ചത്. ജസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു ഫ്രെയിം ആയിരുന്നു. അപ്പോൾ ഇത് എന്നെ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു കേട്ടോ. സാധാരണ ആളെപ്പോഴും എനിക്ക് സർപ്രൈസ് തരാറാണ് പതിവ്. അപ്പോൾ എന്തായാലും ഞാൻ വാലന്റൈൻസ് ഡേക്ക് അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുമെന്ന് ഏട്ടൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇതൊന്നും അത്ര വലിയൊരു ഗിഫ്റ്റൊന്നും അല്ല, പക്ഷെ എന്നാലും നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ചുമ്മാ കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ ജസ്റ്റ് ആ ഡയറി മിൽക്ക് ഒന്ന് പൊട്ടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അതേപോലെ അത് ഡയറി മിൽക്കിൻ്റെ ഉള്ളിലുള്ളത് നമ്മൾ എന്തായാലും കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എനിക്ക് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു കവറിങ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് നേരത്തെ ഇങ്ങനെ ഈ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഒരു കളർ പേപ്പർ കണ്ടാൽ പോലും ഞാൻ എടുത്ത് വെക്കുമായിരുന്നു. പക്ഷെ ഇപ്പം അതിനുള്ള ഒരു സമയമൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാറില്ല. നിങ്ങൾ എൻ്റെ പ്രീവിയസ് വീഡിയോസ് നോക്കിയാൽ, അതായത് കുറേ നാളുകൾക്ക് മുമ്പുള്ള വീഡിയോസൊക്കെ നോക്കി അതിൻ്റെ അകത്ത് കുറേ ക്രാഫ്റ്റൊക്കെ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ആവശ്യം വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൻ്റെ അകത്തേയും കുറച്ച് സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും പഠിത്തം സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായി. 10 മണി ആയിട്ടുണ്ട്. ഞാനിന്ന് രാവിലെ വേറെ ഒന്നും പഠിക്കാനൊന്നും പറ്റിയില്ല, കുറച്ച് ലേറ്റൊക്കെ ആയിട്ടായിരുന്നു എണീറ്റത്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഇന്നത്തെ വീഡിയോയിലെ ആ ഒരു സബ്ജക്റ്റ് ആയിട്ടുള്ള കോഡൊക്കെ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് പഠിക്കാം എന്നുള്ളതിനെ പറ്റിയും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ശരിക്കും കോഡ് ഉപയോഗിച്ച് പഠിക്കുക എന്നുള്ളത് ഒരു സ്മാർട്ട് സ്റ്റഡി ടെക്നിക്കാണ്. നമ്മൾ ചില കാര്യങ്ങൾ എത്ര പഠിച്ചാലും നമ്മൾ മറന്നു പോകും, അല്ലെങ്കിൽ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ, ഈ ഒരു തൂലികാനാമങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുണ്ടല്ലോ, നമ്മുടെ സാഹിത്യത്തിലൊക്കെ വരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഗൈഡൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, ഒരുപാടുണ്ടല്ലേ. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഗൈഡിലാണെങ്കിലും ഒരു 70 സംതിങ് എഴുത്തുകാരും അവരുടെ തൂലികാനാമങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് നമ്മൾ പഠിച്ച് ഓർക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ കോഡുകൾ ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അങ്ങനെ പറ്റുന്നത് ആ രീതിയിൽ എളുപ്പത്തിൽ പഠിച്ചു വെക്കുക. അല്ലാത്തത് നമ്മൾ കുറച്ച് എഫോർട്ട് എടുത്ത് തന്നെ ഇരുന്ന് പഠിക്കുക. അപ്പോൾ ഈ ഒരു കോഡുകൾ ഞാൻ കുറച്ച് എക്സാമ്പിൾസിലൂടെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എഴുത്തുകാർ, തൂലികാനാമങ്ങൾ, ആ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ കുറച്ച് എക്സാമ്പിൾ എടുത്ത് പറഞ്ഞു തരാം കേട്ടോ. അതായത് ഇപ്പോൾ ആശാ മേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? നിങ്ങൾ പഠിച്ചവർക്കൊക്കെ അറിയാമായിരിക്കും, കെ ശ്രീകുമാറാണ്. അപ്പോൾ അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ആശാ മേനോൻ എന്നുള്ളതിലെ ആശ എന്നുള്ളത് ഓർക്കുക. ആശായാണ്, പക്ഷെ എന്നാലും നമ്മൾ ആശ എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ പേരാണല്ലോ. അപ്പോൾ അങ്ങനെ കെ ശ്രീകുമാർ, അങ്ങനെ അത് കണക്ട് ചെയ്ത് വെക്കാം. അതേപോലെ കോവിലൻ, കോവിലൻ എന്ന് പറയുന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് വി അയ്യപ്പനാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്താ ഓർക്കേണ്ടത്? കോവിലിനകത്തുള്ളത് ആരാണ്? അയ്യപ്പൻ. ആ ഒരു രീതിയിൽ. അപ്പോൾ ഈ കോഡുകളൊക്കെ കിട്ടാൻ നിങ്ങൾ യൂട്യൂബിൽ തന്നെ ക്ലാസ്സുകൾ കണ്ടാൽ മതി കേട്ടോ. ഞാനും പല കോഡുകളും യൂട്യൂബിലെ ക്ലാസ്സുകൾ കണ്ടിട്ടാണ് എഴുതി വെക്കുന്നത്. പിന്നെ ചിലതൊക്കെ മാത്രം നമ്മൾ പഠിക്കുന്ന സമയത്ത് ചില സബ്ജക്റ്റിലൊക്കെ നമുക്ക് ചില ഒരു കോഡ് ഓർമ്മ വരുമല്ലോ, അത് വെച്ചിട്ട് ചില കോഡുകളൊക്കെ അങ്ങനെയും ഉണ്ടാക്കാം. അതേപോലെ ഓം ചേരി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് എൻ നാരായണ പിള്ളയാണ്. അപ്പോൾ അത് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് ഓം എന്ന് പറയുമ്പോൾ എന്താ, ഓം നാരായണായ അങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ. ഇപ്പോൾ ഓം നമോ നാരായണായ എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ആ രീതിയിൽ അത് കണക്ട് ചെയ്ത് വെക്കാം. ഓം ചേരി എന്നറിയപ്പെടുന്നത് എൻ നാരായണ പിള്ളയാണ്.
ഇതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ 1857 വിപ്ലവം ഓരോ സ്ഥലത്തും നയിച്ച നേതാക്കന്മാർ, അവരെ പറ്റിയൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കാൻ ചെറിയ ചെറിയ കോഡുകളൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കോഡുകൾ കിട്ടും. അപ്പം നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് എഴുതി വെക്കുക. പിന്നെ അതേപോലെ ഞാനിത് എൻട്രിയിൽ നമ്മുടെ ബയോളജിയുടെ ക്ലാസ്സിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത ഒരു കോഡാണ്. അതായത് ബാക്ടീരിയൽ ഡിസീസ് പഠിക്കാനുള്ള ഒരു കോഡാണ്. കെ ദേവൻ ടി ഗോമസിനെ പ്ലെയിനിൽ കയറ്റി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോഡിലൂടെ നമുക്ക് ഏകദേശം 13 അസുഖങ്ങൾ, ബാക്ടീരിയ വഴി ഉണ്ടാകുന്ന 13 അസുഖങ്ങൾ പഠിക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ ഇതൊരു കോഡിലല്ലാതെ ഓർത്തിരിക്കാൻ ശ്രമിച്ചാലുള്ള പ്രശ്നം, നമ്മുടെ എക്സാം ഹോളിലിരുന്ന് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ബാക്ടീരിയ രോഗം എന്നുള്ള ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ വരും. കാരണം ആ ഒരു രോഗങ്ങളും രോഗകാരികളും എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ ബാക്ടീരിയ രോഗങ്ങളെ പറ്റി പഠിക്കാനുണ്ട്, വൈറസ് അസുഖങ്ങളെ പറ്റി പഠിക്കാനുണ്ട്, പ്രോട്ടോസോവൻ, വിരകൾ, അതേപോലെ ജീവിതശൈലി രോഗങ്ങൾ, അങ്ങനെ ഒരുപാട് രോഗങ്ങൾ നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ പഠിച്ചു പോകുന്നുണ്ട്. അപ്പം കോഡ് വെച്ച് ഓർത്തിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട്, വളരെ ക്വിക്കായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇതേപോലെ തന്നെ വൈറസ് അസുഖങ്ങൾക്ക് ഒരു കോഡുണ്ട്. അപ്പോൾ അത് രണ്ടും പഠിക്കുമ്പോൾ തന്നെ, അതായത് ബാക്ടീരിയൽ ഡിസീസും വൈറൽ ഡിസീസുമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പഠിച്ച് കോഡ് വെച്ച് പഠിച്ച് മാറ്റി വെച്ചാൽ തന്നെ ബാക്കി ഏത് അസുഖം വന്നാലും അതൊരു പ്രോട്ടോസോവ വഴി ഉണ്ടാവുന്നതാണോ അല്ലെങ്കിൽ അതൊരു ജീവിതശൈലി രോഗമാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു കോഡിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ അറിയാം, കണ്ടോ, കെ എന്ന് പറയുമ്പോൾ ആദ്യത്തെ കെ കോളറ, രണ്ടാമത്തെ കെ ക്ഷയം, പിന്നെ ദേവനിലെ ഡി എന്ന് പറയുന്ന ഡിഫ്തീരിയനെ സൂചിപ്പിക്കുന്നു, ഇ എലിപ്പനി, ബി വില്ലൻ ചുമ, എ ആന്ത്രാക്സ്, എൻ ന്യൂമോണിയ. കണ്ടോ, ഇത് നമ്മൾ കുറച്ച് തവണ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് പഠിക്കുമ്പോഴത്തേക്കും തന്നെ പിന്നെ നമുക്കിത് ഓട്ടോമാറ്റിക്കലി ഈ കോഡ് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓരോ അസുഖങ്ങളും വരും. അപ്പോൾ ഞാൻ ആദ്യത്തെ ആ ഒരു സ്റ്റഡി സെഷൻ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ബ്രേക്കൊക്കെ എടുത്തിട്ട് പിന്നെ അടുത്ത സ്റ്റഡി സെഷന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇംഗ്ലീഷാണ് ഈ ഒരു 1 അവർ ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ കോഡ് ഉപയോഗിച്ചും, അതേപോലെ എന്തെങ്കിലുമൊക്കെ ഇപ്പം നമ്മുടെ പരിചയക്കാരുടെയൊക്കെ പേര് വരുന്നത് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ രീതിയിലൊക്കെ പഠിച്ചു നോക്കുക. ഞാനും എൻ്റെ ഫ്രണ്ടും കമ്പൈൻ സ്റ്റഡി ചെയ്ത സമയത്ത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കോഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ നമ്മൾ തന്നെ പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്രയൊന്നും എല്ലാ ടോപ്പിക്സിലും നമുക്ക് അങ്ങനെ ഇരുന്ന് ഉണ്ടാക്കാനും പറ്റില്ല. പിന്നെ ഒരുപാട് സമയവും അതിൻ്റെ അകത്ത് പോകുമല്ലോ. അപ്പോൾ അങ്ങനെ കമ്പൈൻ സ്റ്റഡി ഒക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ കോഡ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. എല്ലാത്തിനും നമുക്ക് കോഡ് ഉണ്ടാക്കാനൊന്നും പറ്റില്ല, എങ്കിലും ചില കാര്യങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് പഠിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുമല്ലോ, അപ്പോൾ ആ രീതിയിൽ കോഡ് ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ രാവിലത്തെ എൻ്റെ ഒരു സെഷൻ കഴിഞ്ഞു. ഇനിയിപ്പം ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് ക്ലാസ് ഒക്കെ എടുക്കാനുള്ളതുകൊണ്ട് ഉച്ച കഴിഞ്ഞൊന്നും പഠിക്കാനിരിക്കുന്നില്ല. ഇനി രാത്രിയായിരിക്കും ഞാൻ പഠിക്കാനിരിക്കുന്നത്. അപ്പോൾ ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് എൻ്റെ മാമൻ്റെ മോൻ ഇവിടെ ഉണ്ട്. അവൻ എൻജിനീയറിങ്ങിന് പഠിക്കുന്നതാണ്. അപ്പോൾ ആൾക്ക് നെക്സ്റ്റ് മന്ത് എക്സാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിൽക്കുവാണ്. ഫിസിക്സും കെമിസ്ട്രിയാണ് എനിക്ക് എടുക്കാൻ പറ്റുന്ന ടോപ്പിക്. അതായത് നമ്മുടെ ബിടെക്കിൽ ഫസ്റ്റ് ഇയറിൽ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവന് ഞാൻ കുറച്ച് ടോപ്പിക്സൊക്കെ പഠിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതൊന്ന് എക്സാം ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പേപ്പറൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഇതേപോലെ നോട്ടീസ് അങ്ങനത്തെ പേപ്പറൊക്കെ കളക്ട് ചെയ്തിട്ട് അത്തരം പേപ്പറിലാണ് എഴുതി പഠിക്കുന്നതും നമ്മുടെ മാത്സിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി പഠിക്കുന്നതും പ്രോബ്ലംസൊക്കെ വർക്കൗട്ട് ചെയ്യുന്നതും അതുപോലെയുള്ള പേപ്പറിലാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പേപ്പർ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പേപ്പർ അവനും ഇനി എക്സാം എഴുതാൻ കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ജസ്റ്റ് അടുക്കി എടുത്ത് വെക്കുവാണ്. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഈ ഒരു വ്ലോഗ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വ്ലോഗിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.